ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസസ് ഓഫ് ബിസിനസ് റിസർച്ചിലെ മൂന്നാമത്തെ ഫേസായ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ഡിസൈനിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ, അതായത് ബിസിനസ് റിസർച്ചിൻ്റെ ഫേസ്, നമ്മൾ ഒരു റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് അതിന് ഒരു അപ്രോപ്രിയേറ്റ് ഒരു അപ്രോച്ച്, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിസർച്ച് ഡിസൈനിൻ്റെ ഫോർമുലേഷൻ, അല്ലെങ്കിൽ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസർച്ച് ഡിസൈനിൻ്റെ ഫോർമുലേഷൻ എന്ന് പറയുന്നത്, അതിന് വ്യക്തമായൊരു ഫ്രെയിം വർക്ക്, നമ്മളെ പ്രോബ്ലം, ബിസിനസ്സിലുണ്ടാകുന്ന പ്രോബ്ലം അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു വ്യക്തമായൊരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യലാണ് ശരിക്കും ഈ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ഫുൾഫില്ലിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആൻസറിങ് ക്വസ്റ്റ്യൻസ്. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ നമ്മൾ റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്യും. പ്രോബ്ലവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നോളജ് അക്വയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് പ്രോബ്ലമാണ്, അല്ലെങ്കിൽ ആ റിസർച്ച് പ്രോബ്ലം കണ്ടക്ട് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, വളരെ വ്യക്തമായി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒബ്ജക്റ്റീവ്സിൻ്റെയും ഉത്തരം കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഒരു ബ്ലൂ പ്രിൻറ്റിനെ പറയുന്ന പേരാണ് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട്, ഇങ്ങനെ റിസർച്ച് ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻ ഫോർ റെസ്റ്റ് ഓഫ് റിസർച്ച് പ്രോസസ്സ്. ഇനി നടക്കാനുള്ള ബാക്കി 3 പ്രോസസ്സിൻ്റെയും ഒരു ഗൈഡ് ലൈന് നമുക്ക് ഈ റിസർച്ച് ഡിസൈൻ നമുക്ക് തരും. അതായത് നമ്മൾ ആക്ച്വൽ പ്രോസസ്സിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രോസസ്സാണ് ശരിക്ക് ഈ റിസർച്ച് ഡിസൈൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഈ റിസർച്ച് ഡിസൈൻ ഡെവലപ്പ് ചെയ്തതിനനുസരിച്ചാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. പ്രൈമറി വേണോ സെക്കൻഡറി ഡാറ്റ വേണോ എന്നുള്ളതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ആ കളക്ട് ചെയ്ത ഡാറ്റയെ വെച്ച് നമ്മൾ ഈ റിസർച്ചിന് ഉപയോഗിക്കുന്ന മെത്തേഡിൽ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യുന്നതും അതിൻ്റെ പ്രിപ്പറേഷൻ നടത്തുന്നതും ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതാണ് ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻ ഫോർ റെസ്റ്റ് ഓഫ് ദ റിസർച്ച് പ്രോസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാസ്റ്റർ പ്ലാൻ സ്പെസിഫൈയിങ് മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ കളക്ടിങ് ആൻഡ് അനലൈസിങ് ഇൻഫർമേഷൻ. അപ്പോൾ അതാണ് ഡാറ്റ കളക്ട് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ഏത് മെത്തേഡിൽ കളക്ട് ചെയ്യണം, ഏതൊക്കെ പ്രൊസീജിയറാണ് ഉപയോഗിക്കേണ്ടത്, അതിനെ അനലൈസ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ് ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഈ റിസർച്ച് ഡിസൈൻ ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യും. ടു ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് പോപ്പുലേഷൻ ആൻഡ് സെലക്ട് സാമ്പിൾ. ഇപ്പോൾ റിസർച്ച് ഡിസൈനിൽ നമ്മൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി വരുമ്പോൾ, ആരാണ് നമ്മുടെ പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഏത് കാറ്റഗറി ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏത് കാറ്റഗറി പീപ്പിളാണ് നമ്മുടെ പോപ്പുലേഷനായിട്ട് വരുന്നത്, അതിൽ നിന്നും എത്ര സാമ്പിൾ, എങ്ങനെ സാമ്പിളിനെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റിസർച്ച് ഡിസൈനിലൂടെ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, റിസർച്ചർ ഷുഡ് സ്പെസിഫൈ. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, റിസർച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് റിസർച്ചർ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ സ്പെസിഫൈ ആയിട്ട് പറയണം. അതായത് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എങ്ങനെയാണ്, എക്സ്പേർട്ടാണോ, അതല്ല നമ്മൾ സർവേയിലൂടെയാണോ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്തിയിട്ടാണോ കണ്ടക്ട് ചെയ്യുന്നത്, ഒക്കെ നമ്മൾ പറയണം. അതുപോലെ തന്നെ രണ്ടാമത്തെ റിസർച്ച് മെത്തേഡ്സ് ഓർ ടെക്നിക്സ്, ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ആ റിസർച്ചർ കൃത്യമായി സ്പെസിഫൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സാമ്പിളിംഗ് മെത്തഡോളജി, എങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത്, റാൻഡം ആയിട്ടാണോ, അതല്ല കോട്ട സാമ്പിളിംഗ് ആണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ നമ്മൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ സാമ്പിളിംഗ് മെത്തഡോളജി പറയണം. പിന്നെ അതുപോലെ തന്നെ ഷെഡ്യൂൾസ്, ഓരോ ഷെഡ്യൂളുകൾ, ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ അതെങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം, അതല്ല ഇനി സർവേ ആണെങ്കിൽ സർവേ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായ ഷെഡ്യൂളുകൾ ഈ ഡിസൈൻ നമുക്ക് തരും. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് റിസർച്ച്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റിസർച്ചിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ചിലവാക്കി നമ്മൾ ചെറിയ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചിലവാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കമ്പനിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നഷ്ടമാണ്. അപ്പോൾ ആ റിസർച്ചർക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ റിസർച്ച് കണ്ടക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഡിസൈൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഈ നമ്മൾ സെലക്ഷൻ, ഈ മെത്തേഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്
നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ റിസർച്ച് മെത്തേഡ്സോ അല്ലെങ്കിൽ ടെക്നിക്സോ അല്ലെങ്കിൽ സാമ്പിളിംഗ് മെത്തഡോളജിയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായി നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളാണ് ഒബ്ജക്റ്റീവ് ഓഫ് റിസർച്ച് മെത്തേഡ്സ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിസർച്ച് നടത്തുന്നത്, അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാനാണ്, അല്ലെങ്കിൽ എന്ത് നീഡ്സ് ഫുൾഫിൽ ചെയ്യാനാണ് നമ്മൾ ഈ റിസർച്ച് നടത്തുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയണം. അതിനനുസരിച്ച് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അതിലേക്ക് ഉപയോഗിക്കേണ്ട മെത്തഡോളജിയും ടെക്നിക്സും മെത്തേഡ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സിസ്റ്റിംഗ് ഡാറ്റാ സോഴ്സ്. നമുക്ക് നിലവിൽ ഇപ്പോൾ എന്തൊക്കെ സോഴ്സുകളുണ്ട്, പിന്നെ സെക്കൻഡറി ആണെങ്കിലും പ്രൈമറി ആണെങ്കിലും നിലവിൽ ഏതൊക്കെ സോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ മാഗസീൻ ആയിരിക്കാം, ആർട്ടിക്കിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു റിസർച്ച് റിപ്പോർട്ടുകളായിരിക്കാം, ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ റിസർച്ച് ഡിസൈൻ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് മെത്തേഡ് ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ചില ആൾക്കാർക്ക് പ്രൈമറി ആയിട്ട് കണ്ടക്ട് ചെയ്താൽ ഇൻഫർമേഷൻ കിട്ടൂ ചില സംഗതികളിൽ. അതല്ല, ഓൾറെഡി ഇത് വേറെ കമ്പനികളിൽ നടന്നതാണ്, അല്ലെങ്കിൽ വേറെ റിസർച്ചർ നടത്തിയൊരു ഇതിൻ്റെ പാർട്ടും കൂടിയാണെങ്കിൽ നമുക്ക് ആ റിപ്പോർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, സോഴ്സായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനത്തെ റിപ്പോർട്ടുകൾ എങ്ങനത്തെ റിപ്പോർട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ അർജൻസി ഓഫ് ഡിസിഷൻസ്. നമ്മൾ ചിലപ്പോൾ ചില പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ചില റിസർച്ചുകൾ വളരെ പെട്ടെന്ന് നടത്തും, ചില റിസർച്ചുകൾ വളരെ കുറച്ച് ലേറ്റായാലും ഡിസിഷൻ മേക്കിംഗ് കുറച്ച് ലേറ്റായാലും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനത്തെ റിസർച്ചുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ നമുക്ക് ഈ മെത്തേഡ്സ് ഉപയോഗിക്കാം. അപ്പോൾ അതിനനുസരിച്ച് മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. വളരെ പെട്ടെന്ന് നടത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സ്പെരിമെൻ്റലൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. നേരെ മറിച്ച് അനലിറ്റിക്കൽ ആണെങ്കിൽ കുറച്ച് പെട്ടെന്ന് തീരും. ഒബ്സർവേഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ വേഗം നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല. അപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചൊക്കെയാണ് നടത്തുന്നതെങ്കിൽ കുറച്ച് സമയമെടുക്കും, കുറച്ച് കോസ്റ്റ് അധികം ചിലവാകും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഏത് മെത്തേഡാണ് അത് ആ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ റിസർച്ചിൻ്റെ അർജൻസിക്ക് അനുസരിച്ച് നമ്മൾ ഈ മെത്തേഡ്സ് മാറ്റേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഡാറ്റ. നേരത്തെ പറഞ്ഞ പോലെ സർവേ ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ആളെ വിളിക്കണം, പിന്നെ അവരുമായിട്ട് ഇൻഫോം ചെയ്ത് ഇന്ന ഡേറ്റിന് ഞാൻ വരും, ഇന്ന സമയത്ത് ഞാൻ വരും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കുറച്ച് ലോങ് ആണെങ്കിൽ കുറച്ച് യാത്ര ചെയ്യേണ്ടി വരും, അപ്പോൾ അതിന് കുറച്ച് കോസ്റ്റ് ചിലവാകും. പേപ്പർ വർക്കുകൾ കുറച്ച് കോസ്റ്റ് ചിലവാകുന്ന പരിപാടിയാണ് ഈ സർവേ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ. കാരണം ക്വസ്റ്റ്യനെയറൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പ്രിൻ്റ് എടുത്ത് കൊടുക്കണമെങ്കിൽ അതിന് കുറച്ച് പൈസ നമ്മളെന്താണ് ചിലവാക്കണം. അപ്പോൾ ആ കോസ്റ്റ്, ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവും എന്നുള്ളതൊക്കെ ഏകദേശം റിസർച്ചർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, മെത്തേഡ്സ് ചൂസ് ചെയ്യാൻ. ഓക്കെ, എന്നാൽ അതിൽ പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് വെദർ ടു സെലക്ട് സർവേ, എക്സ്പെരിമെൻറ്റ്സ്, സെക്കൻഡറി ഡാറ്റ സ്റ്റഡീസ്, ഒബ്സർവേഷൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റിസർച്ച് ഏത് ബേസിലാണ്, അതിൻ്റെ ഡാറ്റ, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്, പ്രൈമറി ഡാറ്റയാണോ സെക്കൻഡറി ഡാറ്റയാണോ, അപ്പം സർവേ എങ്ങനെ സെലക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് മോഡൽസ് വേണം, ഹൈപ്പോത്തസിസ് സെലക്ട് ചെയ്യണം, അതിനൊരു എൻവിറോൺമെൻറ്റ് വേണം, ഒക്കെ വേണം അല്ലേ. പിന്നെ അതുപോലെ തന്നെ അതിലുപയോഗിക്കുന്ന സെക്കൻഡറി ഡാറ്റ സ്റ്റഡീസ്, ഇതിന് മുമ്പ് ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായി നോക്കിയിരുന്നാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വാച്ച് ചെയ്യണം. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ അനാലിസിസ് നടത്തണം. അപ്പോൾ ഇതൊക്കെ ഈ ഡിസൈനിൽ പെട്ടതാണ്. അപ്പോൾ ഏത് സർവേ നടത്തണം, എങ്ങനെ നടത്തണം, സെക്കൻഡറി ഡാറ്റാസ് ഏതൊക്കെയാണ്, പിന്നെ അതിന് എക്സ്പെരിമെൻറ്റ്സ് വേണോ വേണ്ടയോ, പിന്നെ അതുപോലെ തന്നെ ഒബ്സർവേഷൻ വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ എന്താണ് കൃത്യമായി ഡിസൈൻ നമുക്ക് പറഞ്ഞു തരും. പിന്നെ അതുപോലെ തന്നെ സൂട്ടബിൾ റിസർച്ച് ഡിസൈൻ ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ്പീരിയൻസ്. എപ്പോഴെന്താണ് നല്ലൊരു റിസർച്ച് ഡിസൈൻ എപ്പോഴെന്താണ് എക്സ്പീരിയൻസ്ഡ് ആണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു ഡിസൈൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ ആർ ടു ബി കളക്റ്റഡ്. എന്തായാലും നമുക്ക് കുറച്ച് പ്രൈമറി ഡാറ്റ വേണ്ടി വരും. ഇതുവരെ കണ്ടെത്താത്ത റിസർച്ചൊക്കെയാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് സെക്കൻഡറി ഡാറ്റ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന് സെക്കൻഡറി ഡാറ്റ എന്തായാലും മസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഫ്രഷ് ഡാറ്റ കളക്റ്റഡ് യൂസിങ് ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് സർവേ. നമുക്കറിയാം എന്താണ് പ്രൈമറി ഡാറ്റ, എന്താണ് സെക്കൻഡറി ഡാറ്റ എന്നുള്ളത്. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ട് റിസർച്ചർ കണ്ടുപിടിക്കുന്നതിനാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഒബ്സർവേഷൻ ഉപയോഗിക്കും, എക്സ്പെരിമെൻറ്റേഷൻ ഉപയോഗിക്കും, സർവേ ഉപയോഗിക്കും. അപ്പോൾ എന്താണ് ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഒബ്സർവ് ആക്ഷൻസ് ഓഫ് റെസ്പോണ്ടൻ്റ് ആക്ഷൻസ് ഒബ്സർവ് ചെയ്യലാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റഡി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇൻ എ കൺട്രോൾഡ് എൻവിറോൺമെൻറ്റ്. അതാണ് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു കൺട്രോൾഡ് എൻവിറോൺമെൻറ്റിൽ നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു എൻവിറോൺമെൻറ്റിനുള്ളിൽ ഓരോ വേരിയബിൾ മാറുന്നതിനനുസരിച്ചുണ്ടാകുന്ന കോസ് ആൻഡ് എഫക്റ്റ് മെഷർ ചെയ്യലാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സർവേ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ.
പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനാണ് നമ്മൾ സർവേ ഉപയോഗിക്കാറ്. ഓക്കെ. ഇപ്പം സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് കളക്റ്റഡ് ഫ്രം ഓൾറെഡി പബ്ലിഷ്ഡ് മെറ്റീരിയൽസ്. ഓൾറെഡി ഇതിനു മുമ്പ് ഏതെങ്കിലും റിസർച്ചർ അവരുടെ പർപ്പസിന് വേണ്ടി കണ്ടെത്തിയ ഡാറ്റ ഏതെങ്കിലും മാഗസീനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിക്കിൾസിൽ പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ കളക്ട് ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയാണ് നമുക്ക് പിന്നെ റിസർച്ച് ഡിസൈൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മൂന്നാമത്തെ ഫേസാണ് റിസർച്ച് ഡിസൈൻ്റെ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോർമുലേഷൻ ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഇത്രയും സംഗതികൾ ആവശ്യമുണ്ട്. അടുത്ത സ്റ്റേജ് ഡാറ്റ കളക്ഷനാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.